രാഹുലെ ഇപ്പോ കിഴക്കേക്കോട്ടയിലാണ് രാഹുൽ നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കിഴക്കേക്കോട്ടയും ഇതേപോലെ തന്നെ ഒരു സ്ഥലമാണ്. മഴ വന്നു കഴിഞ്ഞാൽ അങ്ങേ അറ്റം വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ തന്നെ നമുക്കറിയാം ആ ഒരു ബസ് സ്റ്റാൻഡും എല്ലാം കൂടി വലിയ തിരക്കുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇപ്പം വെള്ളം കൂടി കയറി കഴിയുമ്പോൾ ആളുകൾ മൊത്തത്തിൽ പെട്ടു അല്ലേ രാഹുൽ? ഉറപ്പായും മൊത്തത്തിൽ പെട്ടു നിൽക്കുന്ന ആളുകളെ ദൃശ്യങ്ങൾ കാണാം. കാരണം ഈ സ്കൂട്ടറിലൊക്കെ വെള്ളം മൂടുന്ന തരത്തിലേക്ക് വെള്ളക്കെട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ വണ്ടി ഓഫായി ആളുകൾ ഇങ്ങനെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു, വലിയ ബുദ്ധിമുട്ടാണ് ജോലിക്ക് പോകാൻ പോലും കഴിയാതെ. ചേട്ടാ, വണ്ടി പ്രശ്നമായി? വണ്ടി പ്രശ്നമായി, 5-6 പ്രാവശ്യം ഓഫായി ഇങ്ങനെ കാട്ടായി നിൽക്കുകയാണ്. ആണല്ലേ? എവിടുന്ന് വരികയാണ്? ഞാൻ പേയാട് കളപ്പിച്ചാല. അവിടെ എല്ലാം വെള്ളക്കെട്ടുണ്ടോ? ഇങ്ങോട്ട് വലിയ കുഴപ്പമില്ല. ചാലക്കകത്ത് കയറിപ്പോഴാണ് പ്രശ്നം. ചാലക്കകത്ത് നിന്ന് പിന്നെ അവിടെ വെള്ളക്കെട്ടായി. അവിടെ നിന്ന് കറങ്ങി ഇപ്പുറത്തൂടെ കറങ്ങി റോഡിൽ കൂടെ കറങ്ങി വന്നപ്പോൾ ഇവിടെയും വെള്ളക്കെട്ട്. ജോലിക്ക് കയറാൻ വൈകി? കയറാൻ വൈകി. ബസ് പോകാൻ സമയം കഴിഞ്ഞു. 10 മിനിറ്റ് 7:30 ബസ് പോകും. വണ്ടി ഏതായാലും തള്ളിക്കൊണ്ട് വരുമായിരുന്നു. തള്ളിക്കൊണ്ട് വരായിരുന്നു. അതാണ് ഇങ്ങനെ, ഇത് തന്നെയാണ് പ്രശ്നം. ഈ ജോലിക്ക് കയറാൻ ആളുകൾക്ക് സമയമായി എന്നുള്ളത് തന്നെയാണ്. നോക്കൂ എത്രമാത്രം വെള്ളം. ഈ ചാലയിലേക്ക് പോകുന്ന വഴിയാണ്. ദൃശ്യങ്ങളിൽ കാണിക്കാമെങ്കിൽ ചാലയിലേക്ക് പോകുന്ന വഴിയാണ്. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വലിയ വെള്ളക്കെട്ടാണ് ഈ ഭാഗത്തുള്ളത്. ഇതുവഴിയാണ് ആളുകൾ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത്. ഇരുചക്ര വാഹനങ്ങൾ പോകണോ വേണ്ടോ എന്നുള്ള തീരുമാനമെടുത്താണ്ട് ഒടുവിൽ ഇതാണ് എളുപ്പ വഴി. കാരണം ഇത് വൺ വേ ആണ്. ഇതുവഴി പോകാൻ കഴിയില്ല, കാരണം തൊട്ട് കറങ്ങി വേണം അവർക്ക് പോകാൻ. അപ്പോൾ ഈ വഴി പോകാൻ തീരുമാനിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി നാളെ ബമ്പർ നറുക്കെടുപ്പാണ്. ആ കടകൾക്ക് മുന്നിലെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ്. വലിയ നഷ്ടമുണ്ടാകുമെന്നാണ് അവർ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. നേരത്തെയും നമ്മളോട് അവർ സംസാരിച്ചിരുന്നു. അത്തരത്തിൽ ഇവിടെയെല്ലാം ഈ തരത്തിൽ ഈ ലോട്ടറി വിൽപ്പന സെൻ്ററുകളുണ്ട്. അവിടെയെല്ലാം വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ചേട്ടാ, നാളെ നറുക്കെടുപ്പാണല്ലേ? മൊത്തം വെള്ളക്കെട്ട്. ഞങ്ങൾ കഞ്ഞൂടി മുട്ടി കിടക്കണം, അത്രേ ഉള്ളൂ. ലക്ഷങ്ങൾ പോയി, അത്രേ ഉള്ളൂ. ബമ്പറുകളൊക്കെ നിറഞ്ഞു കിടക്കണം. ഈ കട മാത്രമല്ല, 4 കടയുണ്ട് ഈ ലൈനിൽ. ആ 4 കടയെന്നല്ല, ഈ ഏരിയയിലുള്ള ഒരു കടയ്ക്കും തുറക്കാൻ പറ്റുന്ന കണ്ടീഷൻ. ലക്ഷങ്ങൾ സാധനങ്ങൾ വാങ്ങിയിട്ട് ഒരു രക്ഷയില്ല. ബമ്പറൊക്കെ അതുപോലെ കിടപ്പുണ്ട്. ആൾ വന്നാലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നാളെ ബമ്പർ നറുക്കെടുപ്പായിട്ട് ഞങ്ങൾ ഇന്നലെ മുതൽ കണ്ണീരൊടിച്ചുകൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ല. ചേട്ടാ, ഇതിപ്പോൾ വലിയ വിഷയമാണ്. കാരണം മഴ പെയ്യുമ്പോൾ എപ്പോഴും ഇവിടെ ഈ പ്രശ്നമുണ്ടോ? മഴ പെയ്യുമ്പോൾ എപ്പോഴും ഈ പ്രശ്നമാണ്. അത് പല ചാനലുകളിലും പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. അവർ ഓട ക്ലീൻ ചെയ്യുന്നുണ്ട്, കനാല് ക്ലീൻ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അവസ്ഥ ഇതാണ്. ആ കനാലിലെ വെള്ളവും നമ്മുടെ റോഡിലെ വെള്ളവും തമ്മിൽ വലിയ വ്യത്യാസമല്ല, ഒരേ ലെവലിലാണ് പോകുന്നത്. ആ കനാലെന്ന് പറഞ്ഞാണ് ഇപ്പം വരുന്നത്. ഓവർഫ്ലോ ചെയ്താണ് ഇപ്പം വരുന്നത്. കനാലാണ്ട നിറഞ്ഞു പോകണണ്ട, അത് ഓവർഫ്ലോ ആയാണ് ഇപ്പം വരുന്നത്. അതിനൊരു വഴി കാണുന്നില്ല. അതാ അങ്ങറ്റം വരെ മുട്ട വെള്ളമുണ്ട്. മുഴുവൻ അഴുക്കുവാണല്ലേ വെള്ളത്തിൽ? മൊത്തം തീട്ട വെള്ളമല്ലേ, വേസ്റ്റ് വെള്ളമല്ലേ, കംപ്ലീറ്റ് വേസ്റ്റ് വെള്ളമല്ലേ. അത് തന്നെയാണ് ഈ കിഴക്കേക്കോട്ടയിൽ നിന്ന് ചാലയിലേക്ക് പോകുന്ന ഈ വഴി നിൽക്കാൻ പോലും നമുക്ക് അറയ്ക്കുന്നുണ്ട്. കാരണം ദൃശ്യങ്ങൾ കാണിക്കാമെങ്കിൽ നോക്കൂ, ആ കനാലിൻ്റെയും റോഡിൻ്റെയും വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ദൃശ്യങ്ങൾ കാണാമെങ്കിൽ രണ്ടും ഒരേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഈ കനാല് ഇന്ന് വെള്ളം റോഡിലേക്ക് ഒഴുകി ഇറങ്ങുകയാണ്. അപ്പം ഈ മഴ പെയ്യുന്ന വെള്ളവും ഈ ഇറക്കത്തിലേക്ക് വരികയാണ്. വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. അമ്മേ, കുറെ സമയം കാത്തു നിൽക്കുകയായിരുന്നല്ലോ, എവിടെ പോകാനായിരുന്നു? ഈ കടയിലൊന്ന് ടിക്കറ്റ് എടുക്കണം. ഈ തിരുപ്പതി കടയിലൊന്ന് ടിക്കറ്റ് എടുക്കാൻ വന്നതാണോ? ഞാൻ കച്ചവടം പോവാറന്ന്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് കച്ചവടം ചെയ്യാൻ വന്നതാണ്. അപ്പൊ അമ്മയ്ക്ക് പോകാൻ സമയമായില്ലേ? അതെ. വലിയ ഇവിടെ എല്ലാ വർഷവും എല്ലാ പ്രാവശ്യവും മഴ പെയ്താ ഇവിടെ ഒരു ബുദ്ധിമുട്ടി തന്നെ മോനെ. അതെ, മാറ്റമില്ല. ഇതിനൊരു മാറ്റമില്ല. ഈ പിന്നെ ഓടയൊക്കെ കെട്ടാതിരുന്ന വലിയ ബുദ്ധിമുട്ട് തന്നെ. ഇന്ന് രാവിലെ കച്ചവടം തുടങ്ങണം. നാളെ ബമ്പർ നറുക്കെടുപ്പ് വിൽക്കണം മോനെ, അതാണ് ഏറ്റവും പ്രശ്നം. ബമ്പർ നാളെയാണ് നറുക്കെടുപ്പ്. അതിന്റെ വലിയ വിഷമത്തിലാണ് എല്ലാ കടക്കാരും. അങ്ങനെ തന്നെ എല്ലാവരും കച്ചവടക്കാർ. നാളെ നറുക്കെടുപ്പായോട് നല്ല കച്ചവടമാണ് നടക്കേണ്ടത്. പ്രശ്നം തന്നെ മോനെ. തിരിച്ചു പോകുന്നതായാലും വിൽക്കാതെ പോകാൻ പറ്റത്തില്ല. അതെ, അത് തന്നെയാണ്. അങ്ങനെ ഈ മഴ പ്രതിസന്ധിയാകും എന്നിവരൊന്നും കരുതിയിരുന്നില്ല. അത്തരത്തിൽ ടിക്കറ്റ് വിൽക്കാനായി വന്നതാണ്. തിരുവനന്തപുരത്തെ കിഴക്കൻ മേഖലയിൽ നിന്ന് വന്നതാണ് അമ്മ. ഇപ്പോൾ ടിക്കറ്റ് വാങ്ങി തിരിച്ചു പോയി രാവിലെ വിൽപ്പന തുടങ്ങണം എന്ന് കരുതിയിരുന്നതാണ്. ഇപ്പോൾ നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ. ജയലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചത് എനിക്ക് തോന്നുന്നു കനാലിനെ പറ്റിയാണെന്ന് തോന്നുന്നു. ആ കനാലിൽ അല്ലെങ്കിൽ തന്നെ നമുക്ക് മഴയില്ലാത്ത സമയത്ത് ജയലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ മൂക്ക് പൊത്താതെ നടക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ മഴയും കൂടി പെയ്യുമ്പോഴോ അത്രമാത്രം അഴുക്ക് വെള്ളം കൂടിയാണ് ഈ മഴവെള്ളത്തിനൊപ്പം കിടക്കുന്നത്. അപ്പൊ ആളുകളൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ തൊട്ട് മുന്നേ രാഹുലിനോട് സംസാരിച്ച അമ്മ തന്നെയാണെങ്കിലും ടിക്കറ്റ് വിൽക്കാതെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല മോനെ എന്നാണ് പറയുന്നത്. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ഈ വെള്ളത്തിൽ കൂടി നടക്കുക? ജലജന്യ രോഗങ്ങളൊക്കെ പകരാൻ ഇതൊക്കെ തന്നെ ധാരാളമാണല്ലേ രാഹുലെ? വളരെ കഷ്ടമാണ് കാണാൻ.
തീർച്ചയായും അത് തന്നെയാണ്. കാരണം ജയശ്രീ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഇവിടെയൊക്കെ ഒന്ന് നോക്കുമ്പോൾ ഈ തോട് എത്രമാത്രം മലിനമായി കിടക്കുന്നു. കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് ഈ അറവുശാലകളിൽ നിന്ന് മാലിന്യം ഒഴുകുന്ന വാർത്തകളൊക്കെ നമ്മൾ നൽകിയതാണ്. ആ ഒരവസ്ഥയിലാണ് ഈ തോട് ഉൾപ്പെടെ ഒഴുകുന്നത്. ഇപ്പോഴാണ് നോക്കൂ, ആ തോടിൽ നിന്നാണ് പല സാധനങ്ങളും ഒഴുകി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അവിടെ നിന്നാണ് വെള്ളം ഒഴുകി ഇറങ്ങുന്നതെന്ന് പറയുമ്പോൾ അത്രമാത്രം ദുർഗന്ധം ഇവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ നടുക്ക് നിന്നാണ് ഈ മനുഷ്യർ കച്ചവടം ചെയ്യേണ്ടത്. അവിടെ നിന്നാണ് ഈ അമ്മ ഈ വെള്ളവും താണ്ടി ഇറങ്ങണ്ട എന്ന് പലതവണ വിചാരിച്ച് രാവിലെ മുതൽ കാത്തു നിൽക്കുകയാണ്. മഴ ശമിക്കും, വെള്ളം കുറയുമെന്ന്. അതൊന്നും നടക്കുന്നില്ല. ഒടുവിൽ നിർബന്ധിതരാകുകയാണ് അവർ കടന്നു പോകാൻ. ഇവിടെ എല്ലാം നമുക്ക് കാണാം, കട്ടിലുകൾ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അതെല്ലാം നശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കച്ചവട സ്ഥാപനങ്ങൾ, ഈ വശത്ത് മൊത്തവും കച്ചവട സ്ഥാപനങ്ങളും കാണാം. നമുക്ക് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഈ സൈഡിലെല്ലാം ഹോട്ടലുകളാണുള്ളത്. ഇവിടേക്ക് ഇനി ആളുകൾ എങ്ങനെ എത്തും എന്നുള്ള വലിയ പ്രതിസന്ധി ഉണ്ട് നടന്നു പോകാൻ. കാരണം ഇത് ഓടയുടെ ഭാഗമാണ്. ഇവിടെ ഈ ആളുകൾ നടക്കുന്നത് തന്നെ സാഹസമാണ്. ഈ വഴി നടക്കുക എന്ന് പറയുന്നത് തന്നെ സാഹസമാണ്. കാരണം ഈ ഓടയുടെ മൂടിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും. എന്തായാലും ഞാൻ ധൈര്യപ്പെട്ട് നടക്കാൻ കാരണം ആളുകൾ എന്തായാലും ഇതിൽ നടന്നു വരുന്നുണ്ടായിരുന്നു കടയാണ്. തീർച്ചയായും അത് തന്നെയാണ് ശ്രമിക്കുന്നത്. കാരണം ഈ പറയുന്നത് പോലെ ഈ വെള്ളത്തിൽ നിൽക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുകയാണ്. അതായത് നോക്കൂ, ഈ ഒരു കച്ചവട സ്ഥാപനത്തിന്റെ അവസ്ഥ. രാവിലെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഇടമാണ്. കച്ചവടക്കാരെ കൊണ്ടും ആളുകളെ കൊണ്ടും ഒക്കെ. ചേട്ടാ, വെള്ളം കയറി കടയ്ക്കുള്ളിൽ? വെള്ളം കയറിയില്ലേ? ആ വെള്ളത്തിലാണ് നിൽക്കുന്നത്. ആണോ? ആളുകളൊക്കെ വന്നോ ഇവിടെ കടയിലേക്ക്? 4 മണിക്ക് തുറന്ന് മഴ. 4 മണിക്ക് തുറന്നിട്ട് ആള് വന്നില്ല. ഈ എപ്പോഴും മഴ പെയ്യുമ്പോ ഇങ്ങനെയാണോ? ഇങ്ങനെയാണ്. പരിഹാരമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ നോക്കണം, ഇല്ലെങ്കിൽ അടച്ചിട്ട് പോകും. അടച്ചിട്ട് പോകും അല്ലേ? മഴ പെയ്യുമ്പോഴൊക്കെ അങ്ങനെയാണോ? ഇത്രമാത്രം സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു നെല്ലിമുരുകനാണ് നമുക്ക് വേണ്ടി ദൃശ്യങ്ങൾ കാട്ടിത്തരുന്നത്. മുരഞ്ചേട്ടാ, കുറച്ച് പുറകോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കട എങ്ങനെ നിൽക്കുന്നു, എന്താണ് അവസ്ഥ എന്ന് പ്രേക്ഷകർക്ക് കുറച്ചുകൂടി മനസ്സിലാവും. കാരണം ഏറ്റവും ആക്സസിബിളായി, അതായത് ഒരാൾക്ക് ബസ് കയറാൻ നിൽക്കുമ്പോൾ ചായ കുടിക്കണമെന്ന് തോന്നിയാൽ കയറി വരാൻ കഴിയുന്ന തരത്തിലുള്ള കടയാണ്. പക്ഷെ അവിടേക്ക് നോക്കൂ, ആളുകൾ ആരും വരുന്നില്ല, വരാൻ മടിക്കുന്നു. കടയ്ക്കുള്ളിൽ വലിയ വെള്ളമാണ്. ആ വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ സാധനങ്ങൾ വിൽക്കുന്നത്. എന്തായാലും വലിയ ബുദ്ധിമുട്ടാണ് കിഴക്കേക്കോട്ടയിൽ. ഒരു വശത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാഴ്ച തന്നെയാണ്. കാരണം എല്ലാ റോഡിനെയും ഒരു വശത്തേക്ക് വലിയ രീതിയിൽ, അതായത് നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ തടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വലിയ വെള്ളക്കെട്ടുണ്ടാകുന്നു എന്ന് പറയുന്നത് ആണ് കാഴ്ചയാണ്. കാരണം തൊട്ടിപ്പുറത്ത് ആ വെള്ളക്കെട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു അശാസ്ത്രീയത ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ ആരോപിക്കുകയും ചെയ്യുന്നത്. ചേട്ടാ,